നമ്മളേ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ബാക്കി രണ്ടാളുണ്ട്. ഉള്ളിലേക്ക് കയറാനുള്ളൊരു വഴി കണ്ടു. വേറൊരു സ്പോട്ട് നോക്കി നമ്മളിപ്പോൾ കയറി എടുത്തൊരു സുഖമില്ല. അപ്പോൾ കുറച്ചും കൂടെ പച്ചപ്പ് തോന്നിക്കുന്ന തൊട്ടപ്പുറം തന്നെ ഒരു സ്ഥലമുണ്ട്. എന്താണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇങ്ങനെ വെറുതെ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് ഇറങ്ങിയതാണ്. ഹേയ് ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീട്ടിലൊന്നിരുന്നിട്ടുള്ള വ്ളോഗൊന്നുമല്ല കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരു വൺ ഡേ ട്രിപ്പായിട്ട്. പ്ലാനിങ് ഒന്നുമില്ല, എപ്പോഴത്തെയും പോലെ തന്നെ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ വിചാരിച്ചു നമുക്ക് വെറുതെ ഒന്ന് ഡ്രൈവിന് ഇറങ്ങിയാലോ എന്ന് തോന്നി. അപ്പോൾ പിന്നെ എന്നാ ഓക്കെ സെറ്റ് പോവാന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് വേറെ ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും തോന്നുമ്പോൾ പോവേ വരെയൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മളിതേ ബാഗൊക്കെ പാക്ക് ചെയ്തു. വൺ ഡേ ട്രിപ്പ് ആണെങ്കിൽ നമ്മളിപ്പോൾ എവിടെ പുറത്ത് പോയാലും ഒരു ബാഗൊക്കെ പാക്ക് ചെയ്യും. കാരണം ഇൻ കേസ് നമുക്ക് തിരിച്ച് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ കയ്യിൽ വേണ്ടേ. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് എവിടെ പോകണമെന്നുള്ള ഒരു ചിന്ത നമ്മൾ കാറി കയറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എവിടെയൊക്കെ പോകുന്നതെന്ന് പറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്തായാലും തമിഴ്നാട് സ്റ്റേറ്റിലോട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തമിഴ്നാടാണ് വെച്ച് പിടിച്ചിട്ടുള്ള പൊള്ളാച്ചി റൂട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് നമുക്ക് വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തമിഴ്നാട് റൂട്ടാകുമ്പോൾ തന്നെ അവിടെ നമുക്ക് കയറാൻ പറ്റുന്ന ടൈപ്പ് ഹോട്ടൽസ് ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. നമുക്ക് എവിടെ ആണെങ്കിലും കയറാം, പക്ഷേ കൂടെ ഒരു കുട്ടിയും കൂടെ ഉള്ളത് കാരണം നമുക്ക് അത്യാവശ്യം കുറച്ച് നല്ല ഹോട്ടലിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോൾ തട്ടുകട സെറ്റപ്പിലൊക്കെ നമുക്ക് അവിടെ കയറാനും ഫുഡ് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അങ്ങനത്തെ സെറ്റപ്പിൽ കയറുമ്പോൾ മോനിക്ക് ഇരിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇച്ചിരി വിശാലമായിട്ടുള്ള ഹോട്ടലിൽ കയറിയാൽ തന്നെ ഇപ്പോൾ അവൻ അടങ്ങിയിരുന്നില്ലെങ്കിൽ നമുക്ക് അവനെ താഴെ നിർത്തി അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് തന്നെ ഇന്ന് കളിച്ചോളും. അതുകൊണ്ട് നമ്മൾ നല്ലൊരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ കയറി. അവിടുന്ന് ചോറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. കുറച്ചങ്ങോട്ടൊക്കെ ആയി, അതായത് നമ്മളുടെ വീട്ടിൽ നിന്നും ഒരു 3 മണിക്കൂർ ട്രാവൽ ചെയ്യുമ്പോൾ വട്ടവട എത്തും. വട്ടവട ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമൊക്കെ തന്നെ ആയിരിക്കും. നമ്മളുടെ തൃശ്ശൂരുള്ളപ്പോൾ നമ്മൾ അതിരപ്പള്ളി ആ റൂട്ട് കറങ്ങിയാണ് വട്ടവട പോകാറുള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് പൊള്ളാച്ചി വഴി അങ്ങനെ കറങ്ങിപ്പോകാം, തമിഴ്നാട് കയറിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ വിചാരിച്ചു എന്നാൽ നമുക്ക് വട്ടവടയിലേക്ക് തന്നെ പോവാം എന്നുള്ളൊരു പ്ലാനിങ്ങിലെത്തിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്കായിരുന്നു യാത്ര തിരിച്ചത്. പോകുന്ന വഴിക്ക് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അതിപ്പോൾ നമ്മൾ ഊട്ടി, മൂന്നാർ, വയനാടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന കുന്നും മലയും തോട്ടങ്ങളും ഭയങ്കര പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ളൊരു യാത്ര. പോകുന്ന വഴിയിൽ കുറേ നല്ല സ്ഥലങ്ങളൊക്കെ നമ്മൾ നിർത്തി വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം ഇത് ഒന്നാമതേ കുറച്ച് ലെങ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ആവും. അപ്പോൾ അതും കൂടെ അതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്താൽ ഭയങ്കര ലെങ്ത് ആവും, ചിലപ്പോൾ കാണുന്ന ഇങ്കും ഒക്കെ ബോറാവും. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാണ്ട് നമ്മളീ പോകുന്ന യാത്ര ചെയ്യുന്ന ട്രാവലായിട്ടുള്ള വ്ളോഗ് മാത്രം ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. നല്ല രസമാണ് അവിടുത്തെ സ്ഥലങ്ങളും മലകളും. നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാവും, എല്ലാവർക്കും അറിയാം. എങ്കിലും എനിക്ക് എൻ്റെ ആ ഒരു ആകാംക്ഷയും ഭയങ്കര സന്തോഷം ആയിട്ട് ഉള്ള കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഇതാണല്ലോ, ഇഷ്ടമാണല്ലോ. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യാത്രയൊക്കെ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ വട്ടവടയിലേക്കുള്ള ഹെയർ പിൻ കയറിക്കൊണ്ടിരിക്കുമ്പോൾ 40 ഹെയർ പിൻ ഉണ്ട്. അതിൽ 30ാമത്തെ ഹെയർ പിൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. അത്യാവശ്യം നല്ലൊരു തണുവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ ക്ലൈമറ്റ് ഇല്ല, എങ്കിലും അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. നമ്മളവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 2 മണി ആ ഒരു ടൈമായിരുന്നു കേട്ടോ ഉച്ചയ്ക്കുള്ളത്. ഉയരം കൂടും തോറും ചായൻ്റെ രുചി കൂടുമെന്നാണ്, പക്ഷേ അത്രയ്ക്ക് വലിയ രുചിയുള്ള ചായയൊന്നും ഉണ്ടായില്ല. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആ ഒരു തണുപ്പത്ത് ഇച്ചിരി ചൂട് ചായയൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് ഒരു ഫീൽ ഗുഡ് ആണല്ലോ, ഒരു സുഖമാണല്ലോ. ചായ അത്ര രസം ഉണ്ടായില്ലെങ്കിലും നല്ല ആസ്വദിച്ച് കുടിച്ച് നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങി. ഇനി ഒരു 10 ഹെയർ പിന്നും കൂടെ കയറിയാലും നമ്മളങ്ങ് ടോപ്പിലെത്തും. ഇവിടുത്തെ വട്ടവടയിലെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഫുള്ള് തേയിലത്തോട്ടമാണ്. ഏത് സൈഡ് നോക്കിയാലും തേയിലത്തോട്ടം. അത് പറയണ്ടല്ലോ, തേയിലത്തോട്ടമൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാൻ തന്നെയുള്ള ഭംഗി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴും അല്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. നല്ല രസം എന്ന് വെച്ചാൽ ഫുള്ള് പച്ചപ്പ്.
പച്ചപ്പ് പച്ചപ്പ് പച്ചപ്പ്. നമ്മളുടെ നാട്ടിലൊക്കെ നമ്മൾ ഈ ബിൽഡിങ്ങും കെട്ടിടങ്ങളൊക്കെ കണ്ടു മടുത്തിട്ട് വല്ലപ്പോഴേക്കും ഇങ്ങനെ ഓരോ ചെറിയ ട്രിപ്പൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് ഭയങ്കര വെപ്രാളാണ്. അയ്യോ അത് നോക്ക് ഇത് നോക്ക് പറഞ്ഞിട്ട് ഞാനൊക്കെ ആ ഒരു ടൈപ്പാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. നമ്മളേ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ബാക്കി രണ്ടാളുണ്ട്. ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടേ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാം. ഫോട്ടോസ് എടുത്തു തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുപ്പിക്കണം. അപ്പോൾ നോക്കാം. ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ളൊരു വഴി കണ്ടു. നമ്മൾ തോന്നുന്നുണ്ട്. വേറെ ഇല്ലല്ലേ, ഇവിടെ നിക്കാം. വേറൊരു സ്പോട്ട് നോക്കി നമ്മളിപ്പോൾ കയറി എടുത്തൊരു സുഖമില്ല. അപ്പോൾ കുറച്ചും കൂടെ പച്ചപ്പ് തോന്നിക്കുന്ന തൊട്ടപ്പുറം തന്നെ ഒരു സ്ഥലമുണ്ട്, എന്നാൽ കാണാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു. കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടും. നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പില്ല, എങ്കിലും ചെറിയ കോടയുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്, രസം. ഞങ്ങൾ ആദ്യം കയറിയ സ്ഥലത്തേയും കയറ്റി കുറച്ചും കൂടെ നല്ല സ്പേഷ്യസും കാണാനൊക്കെ ഭംഗിയുള്ളൊരു സ്ഥലം നോക്കി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറിയത്. പക്ഷെ അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ പുറത്ത് നിന്ന് രണ്ടു ചേട്ടന്മാർ തന്നെ അയ്യോ ഒരുപാട് ഉള്ളിലേക്ക് പോലെ അവിടെ കരടി ഉണ്ടെന്ന്. കരടി ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പേടിയില്ല, പക്ഷെ കൂടെ ഒരു കുട്ടിയുള്ള കാരണം ഞങ്ങൾ റിസ്ക് എടുത്തില്ല, ഞങ്ങൾ തിരിച്ചു വന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് ഉള്ളിലേക്ക് പോകുന്ന സമയം നമ്മൾ അവിടെ ഒരു കുരങ്ങനെ കണ്ടു. കുരങ്ങനെ എന്ന് പറയുമ്പോൾ ഈ കറുത്ത കുരങ്ങൻ, എനിക്കൊന്ന് കാട്ടുകുരങ്ങൻ, കരിങ്കുരങ്ങൻ എന്തോ ആണെന്ന് തോന്നുന്നു പേര്, എനിക്ക് കറക്റ്റ് അറിയില്ല. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ ഇതിനെ ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യയോട് പറഞ്ഞു ഞാൻ ഇത് കരടി ഇരിക്കണമെന്ന്. കാരണം കരടി കുഞ്ഞ് കരടീൻ്റെ കണക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനത് കരടി അല്ലടി അത് കുരങ്ങനാണ്, പേര് ഞാൻ മറന്നു, എന്തോ ഒരു പേര്, കരിങ്കുരങ്ങനോ കാട്ടുകുരങ്ങനോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഫോറസ്റ്റുകാർ വന്നിട്ട് അതിനുള്ളിലേക്ക്, കാരണം അവിടെ ബ്ലോക്കായി, ഉള്ളിലേക്ക് കയറ്റി. നമ്മളിത് എയർപിനൊക്കെ ഫുള്ള് കയറി വന്നിട്ട് അതിൻ്റെ മുകളിലെത്തുമ്പോൾ ചെറിയൊരു ടൗൺ പോലാണ്. അപ്പോൾ അവിടെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. നമുക്ക് ഇങ്ങനത്തെ തണുപ്പുള്ള സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ ചായ മസ്റ്റാണ്, ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം, എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചായ കുടിച്ചു, അതിൻ്റെ കൂടെ ഒരു ബജ്ജി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ബജ്ജി മേടിച്ചു, എനിക്ക് ഭയങ്കര സ്വീറ്റ്സ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ ലഡുവും മൈസൂർ പാക്കൊക്കെ മേടിച്ച് ഞാനതാ കഴിച്ചേ. നമ്മളങ്ങനെ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇങ്ങനെ വെറുതെ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ നൈറ്റ് തന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് തിരിച്ചും പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സ്റ്റേ വേണ്ട, കാരണം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതല്ലല്ലോ, നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. ഫുൾ ഡേ ഒരു ഡ്രൈവ് ആണ്, അത്രേ ഉദ്ദേശമുള്ളൂ. ഇവിടെ നല്ലൊരു കാഴ്ച കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചാക്കിട്ട് വെച്ചേക്കാടാ, കണ്ടില്ലേ? അവരെന്തിനോ വേണ്ടിയിട്ടാണ് ചാക്കങ്ങ ഇട്ട് വെച്ചേക്കുന്നത്, പക്ഷെ എന്തിനാണെന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മളത് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു വ്യൂ കാണാൻ ഒരു രസമുണ്ട്. ആ ചാക്ക ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ സൈഡിലോട്ടൊന്നുമില്ല, ഒരൊറ്റ സൈഡിൽ. അടിപൊളിയാണ് കേട്ടോ, ഫുള്ള് തേയിലത്തോട്ടം മാത്രം. ഇനിയും തേയിലത്തോട്ടങ്ങൾ കാണിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ ഒരു 6:30 സമയമായപ്പോൾ നമ്മളിതേ റിട്ടേൺ തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ എയർപിൻ ഫുള്ള് 40 എയർപിൻ ഉണ്ട്, അത് ഫുള്ള് ഇറങ്ങി താഴെ പോയിട്ട് നമുക്ക് തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. സ്റ്റേ ചെയ്യാനത് ഇവിടെ ഫുള്ള് തേയിലത്തോട്ടം മാത്രമേ ഉള്ളൂ, പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല. മലമുകളിൽ കയറാനോ കുന്നുമുകളിൽ കയറാനോ ഒന്നും ഇല്ല.
പിന്നെ ഒരു സൂസൈഡ് പോയിന്റ്, ഡാം, അങ്ങനെയൊക്കെയുള്ളതാണ്. ഡാമിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എൻ്റെ താല്പര്യം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ നിൽക്കുന്ന താല്പര്യമില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് രാത്രി തന്നെ അങ്ങ് പോവാം. രാത്രി ഒരു ഡ്രൈവും അടിപൊളിയല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വണ്ടി പോയി ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ നമ്മൾ ചായ കുടിച്ചിരുന്ന സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയിട്ട് വീണ്ടും ചായ കുടിച്ചു, ന്യൂഡിൽസ് കഴിച്ചു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ന്യൂഡിൽസ് ചായ കുടിയൊക്കെ നമുക്ക് ഇഷ്ടമാണല്ലോ. പിന്നെ ഫൈസൂന് ബ്രെഡ് ഓംലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കടേൻ്റെ സൈഡിൽ തന്നെ ഒരു വെള്ളം പുഴ പോലെ ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ സൗണ്ട് കേട്ടുകൊണ്ടിരുന്ന് കഴിക്കാനും വർത്താനം പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഔട്ടിങ്ങൊക്കെ പോകണോട്ടോ. അതൊക്കെയല്ലേ ജീവിതത്തിൻ്റെ ഒരു രസം. നമ്മളെപ്പോഴും ജോലിയും തിരക്കും കഷ്ടപ്പാടും ബാധകളായിട്ടൊന്നും നിൽക്കാണ്ട് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു ഔട്ടിങ് ഫാമിലി ആയിട്ട് പോകണം. അപ്പം നമ്മളുടെ ഇന്നത്തെ ഒരു വട്ടപ്പാറ യാത്ര ഇത്രേ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കേടാ.